നിങ്ങളെ ആ ഒരാൾക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമാണെന്ന് ഉള്ളിൽ വല്ലാത്തൊരു ഫീലിംഗ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പക്ഷെ അവരിത് ഇതുവരെ നിങ്ങളോട് വന്നെന്ന് തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു പ്രപ്പോസലോ ഫ്ലേട്ടിങ്ങോ അല്ലെങ്കിൽ പുറമേ കാണുന്ന ഒരു ലക്ഷണം അവിടെ ഉണ്ടായിരിക്കില്ല. എന്നിട്ടും അവർ ആ മുറിയിലേക്ക് നടന്നു വരുന്ന ആ കറക്റ്റ് സെക്കൻഡിൽ എന്തോ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ മറ്റുള്ളവരെ നോക്കുന്നതിനേക്കാൾ ഒരു സെക്കൻഡ് കൂടുതൽ അവർ നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വെറുതെ പറഞ്ഞ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അവർ കൃത്യമായി ഓർത്തു വെച്ചിട്ടുണ്ടാകും. അതും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അവരുടെ സ്വഭാവവും പെരുമാറ്റവും പെട്ടെന്ന് മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയോ? സ്നേഹം തുടങ്ങുന്നത് വാക്കിലൂടെയാണെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? എന്നാൽ സൈക്കോളജിസ്റ്റുകൾക്കറിയാം അതല്ല സത്യമെന്ന്. കാരണം ഒരാളിൽ ഏറ്റവും അവസാനം മാറുന്ന കാര്യമാണ് അവരുടെ വാക്കുകൾ. അവർക്ക് നിങ്ങളോടൊരു ആകർഷണം, അട്രാക്ഷൻ ഉണ്ടെന്ന് അവർ ഉള്ളുകൊണ്ട് സമ്മതിക്കുന്നതിനും എത്രയോ മുമ്പ് അവരുടെ ശരീരം അത് അറിഞ്ഞിട്ടുണ്ടാകും. അവരുടെ കണ്ണുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അവരുടെ നാഡീവ്യവസ്ഥയ്ക്ക് അത് കറക്റ്റായിട്ട് ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആളുകൾ മനഃപൂർവ്വം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ആ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചു വെച്ച പ്രണയത്തിൻ്റെ ഭാഷ അങ്ങനെ കൃത്യമായി വായിച്ചെടുക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആരും പറയാതെ തന്നെ അവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില കിടിലൻ സൈക്കോളജിക്കൽ സിഗ്നലുകൾ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ. കാരണം വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ഒരു 1 സെക്കൻഡ് ടെസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. ആർക്കും ഒരിക്കലും അഭിനയിച്ച് കാണിക്കാൻ പറ്റാത്ത അത്രയും പവർഫുള്ളായ ഒരു ലക്ഷണമാണത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നിങ്ങൾ ഫോണിൽ ഇങ്ങനെ 100 കണക്കിന് ഫോട്ടോകൾ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ആകർഷിച്ച ഒരാളുടെ ഫോട്ടോ നിങ്ങൾ കണ്ടു. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ തലച്ചോറ് ആ സെക്കൻഡിൽ സന്തോഷവും അറ്റൻഷനും ഒക്കെ തരുന്ന ചില പ്രത്യേക കെമിക്കലുകൾ ഉള്ളിൽ റിലീസ് ചെയ്യും. അതിൻ്റെ ആദ്യത്തെ ഫിസിക്കൽ റിയാക്ഷൻ വരുന്നത് എവിടെയെന്നറിയോ? നിങ്ങളുടെ കണ്ണുകളിൽ. നിങ്ങളുടെ കൃഷ്ണമണിയുടെ ഉള്ളിലെ പ്യൂപ്പിൾസ് ചെറുതായിട്ടൊന്ന് വികസിക്കും. ശാസ്ത്രജ്ഞന്മാർ കൊല്ലങ്ങളായിട്ട് ഒബ്സർവ് ചെയ്ത് കണ്ടെത്തിയ കാര്യമാണിത്. നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ കാണുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി നമ്മുടെ കണ്ണുകൾ അറിയാത്തതിനൊപ്പം വിടരും. ഇത് കേട്ട് ഇനി എല്ലാവരുടെയും കണ്ണളക്കാൻ വേണ്ടി കയ്യിലൊരു ഭൂതക്കണ്ണാടിയും കൊണ്ട് നടക്കാൻ നിൽക്കണം കേട്ടോ. അതിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില സൂചനകളുണ്ട്. അതിലൊന്നാണ് ട്രയാങ്കിൾ ഗേസ്. ഇതെങ്ങനെയാണ് വർക്കാവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സാധാരണ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അവിടെ 2 കണ്ണുകൾക്കിടയിലായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ അവിടെ ഒരു ആകർഷണം, അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നോട്ടം ആദ്യം നിങ്ങളുടെ ഒരു കണ്ണിലേക്ക് പോകും, പിന്നെ മറ്റേ കണ്ണിലേക്ക്. അതിനുശേഷം പെട്ടെന്നൊരു സെക്കൻഡിലേക്ക് അവരുടെ നോട്ടം നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് വരും, അല്ലെങ്കിൽ വായൻ്റെ അവിടേക്ക് വരും. കണ്ണ്, കണ്ണ്, ചുണ്ട്, ഈ ട്രയാങ്കിൾ ഉണ്ടല്ലേ? വളരെ പതുക്കെയായിരിക്കും സംഭവിക്കുക. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആളുകളുടെ മുഖത്ത് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റും. അധികം ആൾക്കാരും കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകുന്ന മറ്റൊരു ലക്ഷണം കൂടിയുണ്ട്. അതിനെയാണ് ഐബ്രോ ഫ്ലാഷ് എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് മുന്നിൽ കാണുമ്പോൾ നമ്മുടെ പുരിയങ്ങൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലേക്ക് ചെറുതായിട്ട് ഉയരും. വെറും ഒരു സെക്കൻഡ്, ചെറിയൊരു ഭാഗം മാത്രം. ആരും ഇതങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ സൈക്കോളജിസ്റ്റുകൾ ഇതിനെ കാണുന്നത് ഒരാളുള്ള പോസിറ്റീവ് താല്പര്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ലക്ഷണമായിട്ടാണ്. മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ അണിയുന്ന ഒരു സോഷ്യൽ മാസ്ക് പുറത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തലച്ചോറ് അവിടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ബോധപൂർവ്വം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉള്ളിൽ യഥാർത്ഥ പ്രണയം നമ്മുടെ ശരീരം പുറത്ത് കാണിച്ചിട്ടുണ്ടാകും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ ഏതെങ്കിലും പാർട്ടിക്ക് പോയാലോ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പങ്കെടുത്താലോ എങ്ങനെയോ അവസാനം പരസ്പരം അടുത്തടുത്ത് തന്നെ വന്നിരിക്കുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ പോലും അവരെപ്പോഴും അടുത്തടുത്തുണ്ടാവും. എന്തോ വലിയൊരു കാന്തിക ശക്തി അല്ലെങ്കിൽ ഗ്രാവിറ്റി അവർ തമ്മിൽ വലിച്ചെടുപ്പിക്കുന്ന പോലെ തോന്നും. അതിന് കാരണം ഉള്ളിലൊരു ക്രഷ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം അറിയാതെ തന്നെ കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിനെയാണ് സൈക്കോളജിയിൽ പ്രോക്സിമിറ്റി സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ നമുക്ക് ബോധിച്ച കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ ബോഡി തനിയെ അടുത്ത് ചെല്ലും, അല്ലേ? താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ദൂരേക്ക് ഓടും. ഇനി ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരാൾക്ക് നിങ്ങളുടെ ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ അത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ശരീരം അത് കറക്റ്റായിട്ട് കാണിച്ചു തരും. അവരുടെ കാലുകൾ അല്ലെ ഫീറ്റ്, അവരുടെ നെഞ്ചിൻ്റെ ഭാഗം, ടോർസോ എന്ന് പറയും, അതൊക്കെ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് നോക്കുക. അവർ വേറെ ആരുടെങ്കിലും സംസാരിച്ച് നിൽക്കുകയാണെങ്കിൽ പോലും അവരുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് അറിയാതെ അവരുടെ ബോഡി എപ്പോഴും അവരുടെ മെയിൻ ശ്രദ്ധ കവരുന്ന ആ ഒരു വ്യക്തിയുടെ നേർക്കായിരിക്കും തിരിച്ചു വെച്ചിരിക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, അട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും എപ്പോഴും ആൾക്ക് അത് പറയാനുള്ള അല്ലെങ്കിൽ കാണിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരിക്കണമെന്നില്ല, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരു ഇഷ്ടം ആളുകൾ വലിയ രീതിയിൽ ടെൻഷനും പേടിയും ആങ്സൈറ്റിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇവിടെയാണ് ഭൂരിപക്ഷം ആളുകൾക്കും കംപ്ലീറ്റ് ആയിട്ട് തെറ്റുപറ്റുന്നത്. പലരും വിചാരിക്കും അവർക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അവർ എന്നോടൊന്ന് പറയുമല്ലോ അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുമല്ലോ എന്ന്. അങ്ങനെ ഒരു നിർബന്ധമില്ല. ചില ആളുകൾ ഇഷ്ടം തോന്നുമ്പോൾ അടുത്തേക്ക് വരും. എന്നാൽ മറ്റു ചിലർ ഭയങ്കരമായിട്ട് നെർവസായിട്ട് മനഃപൂർവ്വം ഒരു അകലം പാലിക്കാൻ നോക്കും. ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ അവിടെ ഇരിപ്പ് നിൽക്കും, അല്ലെങ്കിൽ പോസ്റ്റ് എന്ന് പറയാം, അത് നോക്കിയാൽ മതി. നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് നിങ്ങളോട് യാതൊരു താല്പര്യമില്ലാത്ത പോലെ ഡിസെൻഗേജ്ഡ് ആയിട്ട് നിൽക്കും.
എന്നാൽ ഉള്ളിലൊരു ഇഷ്ടം വെച്ച് പേടിച്ച് പറയാതിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അവരാകെ ടെൻഷനാകും. അവരുടെ പോസ്റ്റർ ആകെ ഒരു കൃത്രിമമായിട്ട് ഫീൽ ചെയ്യും. പോരാത്തതിന് അവരെപ്പോഴും നിങ്ങളുടെ പ്രസൻസ് ഉള്ളിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കുമ്പോൾ അവർ കണ്ണ് വെട്ടിക്കും. പക്ഷേ നിങ്ങൾ വേറെ ഇങ്ങോട്ടൊന്ന് നോക്കുന്ന സമയത്ത് ആ കറക്റ്റ് സെക്കൻഡിൽ അവർ നിങ്ങളെ തന്നെ നോക്കി വയ്ക്കും. അനുഭവമുണ്ടോ? അവർ ശാരീരികമായിട്ട് നിങ്ങളുടെ അടുത്ത് വരില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് അവരെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ സിറ്റുവേഷൻ കോണ്ടെക്സ്റ്റ് കൃത്യമായി നോക്കണമെന്ന്. വെറും ഒരു ഒരൊറ്റ ലക്ഷണം കണ്ടുകൊണ്ട് മാത്രം ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം ഒരു പാറ്റേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് സംതിങ് ഇസ് ദർ. ഇന്ന് നമുക്ക് സൈക്കോളജിയിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയ ഒരു അട്രാക്ഷൻ സിഗ്നലിനെ കുറിച്ച് സംസാരിക്കാം. അതിനെയാണ് മിററിംഗ് എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ആരുടെങ്കിലും ഉള്ളുകൊണ്ടൊരു കണക്ഷൻ തോന്നുമ്പോൾ അവരറിയാതെ തന്നെ നമ്മൾ കോപ്പി അടിക്കാൻ നമ്മുടെ ബോഡി തനിയെ ശ്രമിക്കും. മനുഷ്യൻ്റെ വളരെ പഴയൊരു സ്വഭാവ രീതിയാണിത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരുടെ അതേ താളത്തിലേക്ക് മാറാൻ തുടങ്ങും, സിങ്ക്രണസ് ചെയ്യാൻ നോക്കും. ഇതൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, നിങ്ങളൊരാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ്. നിങ്ങളിതാ ഒരു സിപ്പ് വെള്ളം എടുത്ത് കുടിച്ചു. ഇതാ അവരും വെള്ളം എടുത്ത് കുടിക്കുന്നു. നിങ്ങൾ കസേരയിലേക്ക് ചെറുതാന്ന് ചാരിയിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ അവരും ചാരിയിരിക്കുന്നു. നിങ്ങളൊന്ന് ചിരിച്ചു, അവരും കൂടെ ചിരിക്കുന്നു. ഇതവർ മനഃപൂർവ്വം നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കാനോ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല കേട്ടോ. ഇതൊരു ബയോളജിക്കൽ മിമിക്രിയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും തലച്ചോറ് അറിയാതെ തന്നെ ഒരേ വേവ് ലെങ്ത്തിലേക്ക് വരാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് അവിടെ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? തങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് പോലും ഒട്ടും ബോധമുണ്ടായിരിക്കില്ല. ഉള്ളിലൊരു ക്രഷ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങൾ തനിയെ ഒരേ താളത്തിലാകും. ഇത് വെറും ശരീരത്തിൻ്റെ ചലനങ്ങൾ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ നമ്മുടെ സംസാരത്തിൽ പോലും ഈ മാറ്റം വരാറുണ്ട്. തങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ആളുകളുടെ മുന്നിലെത്തുമ്പോൾ ആളുകൾ അവരുടെ വോയിസിൽ പോലും ചില മാറ്റങ്ങൾ വരുത്താറുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ആണുങ്ങൾ സംസാരിക്കുമ്പോൾ ശബ്ദം ചെറുതായിട്ടൊന്ന് ബേസ് കൂട്ടി ഗാംഭീര്യമുള്ളതാക്കും. സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ കുറച്ചുകൂടി ഈണവും എക്സ്പ്രഷൻസൊക്കെ വരും. ഈ മാറ്റം വളരെ ചെറുതായിരിക്കും, പക്ഷെ അത് വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം ഒരാളുടെ ഇഷ്ടം തോന്നുമ്പോൾ അവർ നമ്മളെ എങ്ങനെയായിരിക്കും കാണുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളറിയാതെ ഒരുപാട് കെയർ ചെയ്യാൻ തുടങ്ങും. അവിടെ നെർവസ് സിസ്റ്റം ഉള്ളിലിരുന്ന് പതുക്കെ പറയുന്നുണ്ടാവും, ദയ നിൽക്കുന്ന വ്യക്തി നിനക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ് എന്ന്. ഒരാൾ നമ്മുടെ ലൈഫിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയി മാറുമ്പോൾ നമ്മുടെ സ്വഭാവം തനിയെ മാറും. അവരത് എത്രയൊക്കെ ഒളിച്ചു വയ്ക്കാൻ നോക്കിയാലും ശരി. ഇനി നമുക്ക് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റുപറ്റുന്ന മറ്റൊരു ലക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാം. അതാണ് ഈ ഫിസിക്കൽ ടച്ച്. ഞാൻ പറയുന്ന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഒബ്വിയസ് ടച്ച് ഒന്നല്ല കേട്ടോ. വളരെ നിസ്സാരമായ, പെട്ടെന്ന് ആർക്കും പിടിച്ചെടുക്കാൻ പറ്റാത്ത ചെറിയ ടച്ചുകൾ, തൊടലുകൾ. വേണമെങ്കിൽ അയ്യോ അത് അറിയാതെ പറ്റുക കേട്ടോ എന്ന് പറഞ്ഞ് അവർക്ക് സിമ്പിളായിട്ട് ഒഴിയാൻ പറ്റുന്ന തരം കാര്യങ്ങൾ. സംസാരിക്കുന്നിടയിൽ പെട്ടെന്നൊരു സെക്കൻഡിൽ അവരുടെ കൈ നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ തോളിലോ തട്ടുന്നത്, അല്ലെങ്കിൽ ഒരു പേനയോ മറ്റോ തരുമ്പോൾ ഉള്ള അറിയാതെയുള്ള ആ തൊടൽ, അല്ലെങ്കിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ സാധാരണ വേണ്ടതിനേക്കാൾ അല്പം കൂടുതൽ സമയം അവരുടെ നിങ്ങളുടെ തോളിൽ വെറുതെ ഇങ്ങനെ തൊട്ടുരുമി നിൽക്കില്ലേ അതല്ലെങ്കിൽ വെറുതെ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ പുറത്തുനിന്ന് തട്ടുന്നത്, പാറ്റേൺ പറയാം. സൈക്കോളജി ഇതിനെ സോഷ്യൽ പ്രോപ്സ് എന്ന് പറയും. സിമ്പിളായി പറഞ്ഞാൽ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ്, പരീക്ഷണം. കാരണം നിങ്ങളുടെ തലച്ചോറിനൊരു ഡാറ്റ വേണം. അപ്പുറത്തേക്കുന്ന വ്യക്തിക്ക് എന്നോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ബ്രെയിൻ അറിയണം. അതിനുവേണ്ടി നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കിയെടുത്ത് ചില ചെറിയ ചാൻസുകളാണിത്. മറ്റേ ആൾ ഇതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നോക്കാനുള്ള ഒരു തന്ത്രം, ഒരു ഐഡിയ. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ രഹസ്യം പുറത്തു വരുന്ന എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ചിരിക്കുന്ന ആ ഒരു ടൈമില്ലേ, ആ ടൈമിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഒരു കൂട്ടം ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് ഭയങ്കരമായിട്ട് തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കരമായി ചിരിക്കുന്നുണ്ട്. പക്ഷേ ചിരിച്ചു കഴിഞ്ഞ കറക്റ്റ് അടുത്ത സെക്കൻഡിൽ അവരുടെ ആ നോട്ടം നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരാരെയാണ് നോക്കുന്നത്? റിസർച്ചുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഒരു ഗ്രൂപ്പിലിരുന്ന് ചിരിക്കുമ്പോൾ ആളുകൾ എപ്പോഴും ചിരി കഴിഞ്ഞ പാടെ ഫസ്റ്റ് നോക്കുന്നത് അവർക്ക് ഏറ്റവും മനസ്സുകൊണ്ട് അടുപ്പമുള്ള, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ക്രഷുള്ള ആ വ്യക്തിയുടെ മുഖത്തേക്കായിരിക്കുന്നു. മനുഷ്യർക്ക് ഒരിക്കലും ബോധപൂർവ്വം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില ഉപബോധ മനസ്സിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും ഭയങ്കരമായ പവറുള്ളതും. ഇതിലൂടെ അവരുടെ മനസ്സിലിരിപ്പ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും. വീഡിയോയുടെ തുടക്കത്തിൽ ഒരു 1 സെക്കൻഡ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? എന്താണ് ശരിക്കും ഈ 1 സെക്കൻഡ് ടെസ്റ്റ്? ആർക്കും ഒരിക്കലും പ്ലാൻ ചെയ്ത് അഭിനയിച്ച് കാണിക്കാൻ പറ്റാത്ത അത്രയും പവർഫുള്ളായ ആ ഒരു ലക്ഷണം എന്താണ്? സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളെ കാണുന്ന ഫസ്റ്റ് സെക്കൻഡിൽ അവരുടെ മുഖത്ത് വരുന്ന റിയാക്ഷൻ എന്താണെന്ന് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ അവരെ നോക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായതിനു ശേഷമുള്ള റിയാക്ഷനല്ല ഞാൻ പറയുന്നത്. അവരാലോചിച്ച് ചിന്തിച്ച് മുഖത്ത് വരുത്തി തീർക്കുന്ന ആ ഒരു ഭാവമല്ല, ആ കറക്റ്റ് ഫസ്റ്റ് റിയാക്ഷൻ, ആ ഒരൊറ്റ ആദ്യ സെക്കൻഡ്. നിങ്ങളിതാ മുറിയിലേക്ക് നടന്നു വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ അങ്ങ് ഉടക്കുന്നു. ആ കറക്റ്റ് സെക്കൻഡിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെ കണ്ടപാടെ അവരുടെ കണ്ണുകൾ വിടരുന്നുണ്ടോ? അറിയാതെ തന്നെ അവരുടെ മുഖത്തൊരു ചിരി വരുന്നുണ്ടോ? ആ ചിരി അവരുടെ കണ്ണുകളിൽ വരെ കറക്റ്റായിട്ട് ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ടോ? സൈക്കോളജിയിൽ ഇതിന് ഡുഷൻ സ്മൈൽ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള മസിലുകൾ വരെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു റിയൽ ചിരി.
വെറുതെ ഒരു മര്യാദയ്ക്ക് വേണ്ടി നമ്മൾ ചുണ്ടുകൊണ്ട് മാത്രം ചിരിക്കുന്ന ഒരു പൊളൈറ്റ് സ്മൈൽ പോലെയല്ല ഇത്. നമ്മുടെ ബ്രെയിന് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉള്ളിലെ യഥാർത്ഥ സന്തോഷം കാരണം ഈ ചിരി മുഖത്ത് തനിയെ വരും. ഇതൊരു സ്വാഭാവികമായ കാര്യമാണ്, തികച്ചും നാച്ചുറലാണ്, 100% റിയലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും ഭീകരമായ പവറുള്ളതും. കാരണം ഉള്ളിലെ സത്യങ്ങൾ ഒളിച്ചു വെക്കാൻ വേണ്ടി മനുഷ്യർക്ക് ഒരു ഫേസ് മാസ്ക് അണിയാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരുടെ ശരീരം ആ വലിയ സത്യം പുറത്ത് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ വെക്കണം കേട്ടോ. ഈ പറയുന്ന അട്രാക്ഷൻ സിഗ്നലുകളെല്ലാം വെറും സൂചനകൾ മാത്രമാണ്, അല്ലാതെ 100% ഗ്യാരണ്ടി ഒന്നുമല്ല. ഒരൊറ്റ ലക്ഷണം കണ്ടുകൊണ്ട് മാത്രം നമ്മളൊന്നും അങ്ങ് ഉറപ്പിക്കാൻ നിൽക്കരുത്. ഇതിൽ യഥാർത്ഥ രഹസ്യം എന്ന് പറയുന്നത് ആളുകളുടെ ഒരു പാറ്റേൺ നോക്കുക എന്നാണ്. അതായത് അവർ സ്ഥിരമായി നമ്മുടെ മുന്നിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിക്കുക. ഒന്നിലധികം ലക്ഷണങ്ങൾ അവർ വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ എപ്പോഴോ ഒരു തവണ അബദ്ധത്തിൽ സംഭവിച്ച കാര്യത്തെ ഓർത്ത് വെറുതെ ഒന്ന് ചിന്തിച്ച് കൂട്ടരുത്. പിന്നെ എല്ലാറ്റിലുപരിയായി പ്രണയം എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ടാവേണ്ട ഒരു വികാരമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ ആരെയും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. മറ്റേ വ്യക്തിയെയും അവരുടെ അഭിപ്രായങ്ങളെയും ഇഷ്ടങ്ങളെയും പൂർണ്ണമായും ബഹുമാനിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലവ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി ഇടുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ മുന്നേ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും കാണിച്ചിട്ടും തുറന്നു പറയാൻ പറ്റാതിരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലും അവർക്കോ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.